ബി.ജെ.പിക്ക് തിരിച്ചടിയായി കേന്ദ്രമന്ത്രി പശുപതി പരസ് രാജിവെച്ചു. പശുപതി പരസിന്റെ ലോക് ജനശക്തിക്ക് കഴിഞ്ഞ ദിവസം ബീഹാറിൽ നടന്ന എൻ.ഡി.എ സീറ്റ് ചർച്ചയിൽ സീറ്റ് നൽകിയിരുന്നത്. ഇതിലെ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ പശുപതി പരസ് രാജിവെച്ചിരിക്കുന്ന. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂർ ചേർന്ന്. വിഷ്ണു, ബീഹാറിലെ കഴിഞ്ഞ ദിവസമാണ് എൻ.ഡി.എയുടെ സീറ്റ് വിഭജനം നടന്നത്. വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി ബി.ജെ.പിക്ക് നൽകിക്കൊണ്ട് ഇപ്പോൾ പശുപതി പരസ് രാജിവെച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അവർ എൻ.ഡി.എ വിടുന്ന സാഹചര്യമുണ്ട് നിലവിൽ? സിജു, തീർച്ചയായിട്ടും വലിയ തിരിച്ചടി തന്നെയാണ് ബി.ജെ.പിക്ക് ബീഹാറിൽ ലഭിക്കുന്നത്. കാരണം പശുപതി പരസിന്റെ എൽ.ജെ.പി ഇപ്പോൾ പാർട്ടി എൻ.ഡി.എ വിടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സഖ്യം സംബന്ധിച്ച് ഈ ഒരു സീറ്റ് വിഭജനം സംബന്ധിച്ച ഒരു തീരുമാനം എൻ.ഡി.എ കൈക്കൊണ്ടത്. അതിൽ 17 സീറ്റിൽ ബി.ജെ.പി 17 സീറ്റിലും ജെ.ഡി.യു 16 സീറ്റിലും ചിരാഗ് പാർട്ടിക്ക് സീറ്റുമാണ് നൽകിയത്. പക്ഷേ പശുപതി പരസിന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് സീറ്റ് നൽകാൻ എൻ.ഡി.എ നേതൃത്വം തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ പശുപതി പരസ് ഈ ഒരു പാർട്ടി വിടാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പശുപതി പരസ് തന്റെ കേന്ദ്ര മന്ത്രിസ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. ഇത് അദ്ദേഹം അല്പം മുന്നെയാണ് പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ എൻ.ഡി.എ വിടുന്നതിനടക്കമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്കും ഒരു തീരുമാനം ഉടൻ. ശരി, വിഷ്ണു തലവൂറാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേന്ദ്രമന്ത്രി പശുപതി പരസ് രാജിവെച്ചിരിക്കുന്നു. ലോക് ജനശക്തി പാർട്ടിക്ക് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. എൻ.ഡി.എ ലോക് ജനശക്തി പാർട്ടി എൻ.ഡി.എ വിടുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് നൽകിയത്.